ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു യാത്ര പോയാലോ? കമോൺ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓട്ടോ വന്നു, പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും ചേട്ടനും അച്ഛനും കൂടെയാണ് പോകുന്നത്. വേറെ എങ്ങോട്ടും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, മാവേലിക്കരയ്ക്കടുത്ത് തട്ടാരമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതി ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും സരസ്വതി ടെമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എത്താറായി അമ്പലം. നമ്മളിപ്പം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം ഈ കാണുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഗൈസ്. ഞാൻ എൻ്റെ ചാനലിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോസും പിന്നെ എൻ്റെ സ്കൂളിൽ പോയിട്ട് ടെക്സ്റ്റ് വാങ്ങിക്കുന്ന വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഞങ്ങൾ ക്രോസ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ തുറക്കാറായി. നിങ്ങളെല്ലാരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ? ഞങ്ങളിതേ അമ്പലത്തിലേക്ക് കയറി. ഒരു കുഞ്ഞിനെ എഴുത്തിരുത്തുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഒരു അങ്കിള് കണ്ടപ്പോ പറഞ്ഞു അടുത്ത് പോയി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അടുത്ത് പോയിട്ടാണ് വീഡിയോ എടുത്തത്. ആ കുഞ്ഞ് ഇപ്പൊ കരയത്തില്ല എന്നും പറഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അതിന്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തിരുമേനി പറയുന്നുണ്ട് ഹരി ശ്രീ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആ കുഞ്ഞൊന്നും മിണ്ടുന്നില്ല. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തുമ്പോൾ ചിലവരൊക്കെ തിരുമേനിയുടെ മടി ഇരിക്കുമ്പോഴത്തേക്കും കരയും, പക്ഷെ ഈ കുഞ്ഞ് കരഞ്ഞൊന്നുമില്ല. തിരുമേനി പറയുന്നുണ്ടായിരുന്നു മോളെ സ്കൂളിൽ പോയി പഠിക്കണ്ടേ, പുതിയ ബാഗും ഒക്കെ വാങ്ങിക്കണ്ടേ, നല്ല കുട്ടിയാവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല മിടുക്കി കുട്ടിയായിട്ട് തിരുമേനിയുടെ മടിയിൽ ആ കുഞ്ഞിരുന്നു. പക്ഷെ തിരുമേനി പറയുന്നൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ഹരിശ്രീ എല്ലാം എഴുതി കഴിഞ്ഞു. പിന്നെ ഒന്നും കൂടെ ഒന്ന് പറയാൻ പറഞ്ഞു, പക്ഷെ എന്നിട്ട് ആ കുഞ്ഞൊന്നും മിണ്ടിയില്ല. തിരുമേനി തന്നെ ഹരിശ്രീ എല്ലാം പറഞ്ഞു. പിന്നെ ഹരിശ്രീ എല്ലാം പറഞ്ഞെല്ലാം കഴിഞ്ഞു. ആ കുഞ്ഞിനെ എഴുത്തിരുത്തിയതിന്റെ സ്ഥലത്തിന്റെ ചുറ്റുഭാഗമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പൊ വണ്ടിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ വീഡിയോസും ഷോർട്സ് ഒക്കെ ഇപ്പൊ ഇടാറുണ്ട്. അത് ഷോർട്സ് കാണാത്തവര് പോയി കാണുക. ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഷെയറും തരിക. ഫ്രണ്ട്സ്, ഇനി സ്കൂൾ തുറക്കാൻ ഇനി 6 ദിവസം കൂടി ഉള്ളു. എത്ര വേഗമാണ് കഴിഞ്ഞു പോയത് അവധികള്. നിങ്ങൾക്കറിയായിരിക്കല്ലോ, എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചാലും എനിക്ക് വിശക്കും വെളിയിലോട്ട് ഇറങ്ങുമ്പം. അച്ഛനോട് ഞാനത് പറഞ്ഞപ്പോ അച്ഛൻ മുരളി ഹോട്ടലിലേക്ക് കയറി. ഞങ്ങള് മുരളി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് എനിക്കൊരു വിശപ്പ്. എവിടെയെങ്കിലും യാത്ര പോകുമ്പം കടയിൽ കയറി കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല ഗൈസ്. പിന്നെ ഞാൻ കുറച്ചു നേരം ഹോട്ടലിന്റെ വാതിക്കൽ നിന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സാധനമാണ് വേണ്ടതെന്ന് അച്ഛൻ ഓർഡർ കൊടുത്തു. എൻ്റെ ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും എന്തോ ഒരു വെജിറ്റബിൾ കറിയുമാണ്. അച്ഛനും ചേട്ടനും അതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. അമ്മ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞു. കൈയെല്ലാം കഴുകി ഞങ്ങളിപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പം വണ്ടിയുടെ അവിടെ എത്തി. പിന്നെ ഞങ്ങളെന്നെ വണ്ടി കയറിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ ഓട്ടോ എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഇനിയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമോൺ. ഹരിപ്പാട്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി. അതിന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.